സ്റ്റിൽ എക്സസൈസിലാണ്. സ്വന്തമായിട്ടാണോ തേക്കുന്നേ? തുറന്ന് കിട്ടി. കേറ് കേറ്. 10 വർഷത്തിന് ശേഷം ഉപ്പിച്ചി ഞാൻ സ്കൂൾ ബസ്സിൽ കയറുന്നേ. ലൂയിന്റെ ഫേവറേറ്റ് വണ്ടി ആട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉപ്പിച്ചീൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ ഉപ്പിച്ചീൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഉമ്മ ഉപ്പച്ചി എണീറ്റപ്പോൾ എന്നെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. താരം ഉപ്പച്ചീനെ നോക്കാം. ഉപ്പച്ചിയാണല്ലോ ഒന്നത്തെ താരം. സമയം 5:45. ഉപ്പച്ചിട്ടോ ഇത് ഞങ്ങൾ ഇന്നലെ യൂനോ കാർഡൊക്കെ കളിച്ച് രാത്രി ഉള്ളതാണ്. നമുക്ക് പിന്നെ ഇന്നലെ രാത്രി ഭാവി വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു കുട്ടികളുള്ള വീട് എങ്ങനെയാണോ അതുപോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ താഴ്ച നോക്കാം. ഉപ്പിച്ചവിടെ നോക്കാം. ഉപ്പിച്ചി ഇവിടെ ഉപ്പിച്ചി കുളിക്കാൻ കയറി. ഉപ്പിച്ചി നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ വന്നിരിക്കുകയാണ്. ഇനി പോവും. ഈ സമയത്ത് പോവും. ഇപ്പൊ എവിടെ പോണ്? നിസ്കരിക്കാൻ പോവാ. സോറി. ഉപ്പിച്ചി കുളിച്ച്. ഇന്ന് ലേറ്റ് ആയാ എണീക്കാൻ? ഈ ഷർട്ട് ഇസ്തിരി ഇട്ട് വെച്ചതാട്ടോ. ഉമ്മ എന്താന്ന് വെച്ചാല് ഒരു 2-3-4 ഷർട്ട് ഇങ്ങനെ ഇസ്തിരി ഇട്ട് വെക്കും. അതെ, ഉമ്മ 2-3-4 ഞാൻ കണ്ടിരിക്ക് പറയും. ഇസ്തിരി ഇടുമ്പോ ഞാൻ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ 4-5 ഇട്ട് വെക്കും. നിസ്കരിക്കാവാ കാണിച്ചോട്ടോ. ഉപ്പിച്ച് എണീറ്റ് എൻ്റെ സുബി നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. നിസ്കരിക്കാൻ തുടങ്ങി. നമുക്കപ്പം നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിൽ പോവാം. നമുക്ക് നേരെ കൊടുത്തിട്ടുണ്ടോ നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ഡോറ് തുറന്ന് നോക്കിയതാ. നേരൊന്നും വെളുത്തിട്ടേ ഇല്ല. അല്ലോ നോക്ക് എന്ത് രസം കാണും. പക്ഷെ വേണ്ട കൂടെ എണ്ണീക്കൂട്ടം. അപ്പം ഉമ്മ അതെ ഉപ്പച്ചിക്ക് ചായ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉപ്പച്ചിക്ക് നിസ്കാരം കഴിഞ്ഞ് വേണം വെക്കാൻ പോവാണ്. ചേച്ചി എഴുന്നേറ്റിട്ടില്ല. ഉറങ്ങിക്കോ. എന്തോ എന്തേലും പറയുമ്മ. എന്തോ ഇങ്ങനെ മുണ്ടാണ് വഴി പോലെ പറയും. അപ്പുറത്തുണ്ടല്ലോ. നോക്കി ചേച്ചിയോട്ടാ ഉപ്പച്ചിന്റെ ഇതാണ് കേട്ടാ. ഷുഗർ ഫ്രീ. ഷുഗർ രജിസ്റ്റർ ചെയ്തോണ്ടാണ്.
ഉച്ചയ്ക്ക് ഇത് 3 മണിയുണ്ടാവും. എന്നാലാണ് ഉച്ചയ്ക്ക് ഇത് റെഡി ആവുള്ളൂ ചായ. ഉപ്പച്ചിക്ക് ഷുഗർ ഉണ്ട്. 3 എടുക്കുള്ളൂ. ഉച്ചയ്ക്കപ്പോൾ കട്ടൻ ചായ ചായ നിർബന്ധം. അത് ഒറ്റക്കൊന്നും ഉണ്ടാക്കി കുടിക്കൊന്നുമില്ല. നമ്മൻ ഇട്ട് കൊടുക്കണല്ലേ. രാവിലെ ചായ ഉമ്മാനെ കഴിവന്നിട്ടാണ് എപ്പോഴും. ഞങ്ങ അപ്പൊ തന്നെ വന്നല്ലോ. ബസ് കറക്റ്റ് ടൈമിന്. പുറത്തുള്ള ലേറ്റ് പറ്റിയിരുന്നു. എല്ലാം ഓഫ് ചെയ്തിട്ടാ കിടന്നത്. ടോക്കിയോന്റെ അവിടുത്തെ വരെ ഓഫ് ചെയ്തു. ചേച്ചി വിട്ടിട്ടാ പോയി. എന്തേലും പറയ്. ഇല്ല ഇത് ഉപ്പച്ചി നിസ്കാരം കഴിഞ്ഞിട്ടോ. നമുക്കിനി നോക്കാം. അസ്സലാമലൈക്കും. ഉപ്പച്ചി എണീറ്റ് പൊതുവെ ഇങ്ങനെ എത്ര മണിക്ക് എഴുന്നേക്കും? എണീറ്റിട്ട് ഇല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് പിന്നെ കുളിക്കും. പോകാണ്ടെങ്കിലും ഇന്ന് പോകാണ്ടിരിക്കും. എനിക്ക് വണ്ടി ഒന്ന് വർഷമൊക്കെ കൊണ്ടുണ്ട്. ജനിച്ച് ഇനി എന്ത് ചെയ്യാൻ കുറച്ച് നേരം അങ്ങനെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓതലൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് സമയം കിട്ടിയില്ല. ഇന്ന് ഹറിയായിപ്പോയില്ലേ. ഇനി കുറച്ച് നേരം വാർത്ത കേൾക്കും. ചായ കുടിക്കും. ഒരു ചായ കിട്ടും. ചായ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും കടിക്കാൻ വേണം. ശരിക്കും ബിസ്ക്കറ്റോ എന്തെങ്കിലും വേണം. അത് കുടിച്ച് കുറച്ച് നേരം വാർത്ത കേൾക്കും. അപ്പൊ വാർത്ത വെക്കാനാ പോണല്ലേ. പിന്നെ എൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. ഫിജിക്കാരൻ്റെ ബിസിനസ്. എൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. എത്ര മണിക്കാ? 7 മണിക്ക്. അത് കേട്ടിരിക്കും. എഡ്യൂക്കേഷനിൽ പങ്കെടുക്കും. നമുക്ക് എന്തെങ്കിലും പറയാൻ. ഇപ്പൊ സ്കൂളില്ല, അതുകൊണ്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. 10 ദിവസം സ്കൂൾ ലീവാണ്. അപ്പൊ ഞാൻ പോകുന്ന ബസ്സില്ലേ ചെറിയ ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കൊണ്ട് പോകണം. വർക്ക്ഷോപ്പ് പോകും. അത് കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തിട്ട് പോരും. പിന്നെ നാളെ മറ്റന്നാൾ പോയി എടുക്കും. 10 ദിവസം എന്തായാലും റെസ്റ്റാ. ഇല്ല ബിസ്ക്കറ്റ് ഇല്ല. അപ്പൊ ഉപ്പച്ചി എന്നാലും ചായ കുടിക്കട്ടെ. ഉമ്മക്ക് എന്താ പറയാനുള്ളത്? ഉമ്മക്ക് എന്തെങ്കിലും പറയണോ? ഉമ്മക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഉമ്മക്ക് ഡ്യൂട്ടിയാ. എല്ലാവരും അടിക്കണ്ടേ. ഒരു ചായ ഇട്ടണ്ടേ. ഉമ്മ തണുത്തിട്ടാ പൊതച്ച് മൂടിയിട്ട്. 8 മണി വരെ ചായ 8 മണി വരെ ചായ ഉമ്മാന്റെ കൈ കൊണ്ട് ഗ്ലാസ് ചായ രാവിലെ അത് ശരിയാ. കുടിക്കറിയാണ്ടല്ല. അല്ല ഉപ്പച്ചി കാച്ചി അങ്ങനെ മടിയൊന്നുമില്ല. അത് കാച്ചി ഉണ്ടാക്കി കുടിക്കും. ഭാര്യ എണീക്കണ്ടേ? ഭാര്യല്ല ഭാര്യ. പറഞ്ഞ പോവാന് ഞാൻ 7 മണി കഴിഞ്ഞാൽ പോകും. ലൂയിന്റെ ഉള്ളോ അതേ കിടക്കുന്ന കുഞ്ഞിച്ചെരുപ്പ്. എന്നോട് ഞാൻ ഇന്നലെ അവിടെ വെറുതെ കിടന്നപ്പോ ദീദി പോ വാ വാ. ഞങ്ങള് കിടക്കാറില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് എന്നോട് പോവാൻ.
അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മള് സംസാരിച്ചേണ്ടി വരും മാത്രമേ ഉള്ളൂ. ഇല്ല. പിന്നെ കുഞ്ഞാന്റെ ഫോണിൽ വിളിച്ചോളാം വേഗം വന്നു. ഇന്ന് പല്ലൊന്ന് കാണിക്കണമെങ്കിൽ പല്ല് ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടറെ അടുത്ത് പോകണം. 2-3 ദിവസമായി സഹിച്ച് നടക്കണം. പറിക്കൊന്നുമില്ല, കാണിക്കട്ടെ. ഇപ്പൊ വേറെ ഓർമ്മ മൈക്കവിടെ ഉണ്ട്. ഞാൻ പിന്നെ ഉറക്കത്തിൽ നിന്ന് വന്നാലും മൈക്കൊന്ന് ഫിറ്റ് ചെയ്ത്. ഇതുണ്ട് ചായ കുടിക്കണോ? ചായ വിത്ത് വാർത്ത. എപ്പോഴും നെറ്റ് ഞാൻ 5 മണി 5:30 എന്താ പരിപാടി ഇനി? ഞാൻ പറയാം എനിക്ക് പോവാണ്ട്. എപ്പോഴാ? ഞാൻ 7 മണിക്ക് പോകും. 7 മണിക്ക് പോകും. എങ്ങോട്ട്? വണ്ടി വർക്ക്ഷോപ്പിൽ നോക്കണം. ഞാൻ പോകുന്ന ബസ്. ഓക്കെ, അപ്പം 7 മണിക്ക് കാണാം. പിന്നെ എന്നാ ബാ നടക്കാം. വിളിച്ചോ? ആ ഒന്നല്ലോ മറിഞ്ഞ ഉപ്പച്ചീനെ മുറ്റത്തൂടെ 2 റൗണ്ട് നടത്തിക്കാൻ. ആ സമയം ഇപ്പം 7 മണി. നോക്കിക്കോ, 7 മണി ആയിട്ടുണ്ട്. ചേച്ചി എഴുന്നേറ്റു അല്ലേ ചേച്ചി? ഗുഡ് മോർണിംഗ് ചേച്ചി. ഉമ്മ അവിടെ മൊബൈൽ കളിക്കുന്നുണ്ട്. ഉപ്പച്ചി ഇപ്പോൾ സ്റ്റിൽ ഉപ്പച്ചിൻ്റെ ആണല്ലോ ഡെയിൻ മൈൽ. ഉപ്പച്ചി ഇപ്പോൾ സ്റ്റിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക. ഉപ്പച്ചി എന്താ ന്യൂസ് ഇത്ര നേരം കണ്ടതിൽ ന്യൂസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാ ന്യൂസ് പറയും? ഇന്ത്യ, റഷ്യ, ചൈന, നമ്മളുടെ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ 800 പേര് വെച്ച് ഭൂകമ്പുണ്ടായി. ഭൂചലനോ 800 ആൾക്കാർ മരിച്ചു. ഇതാണ് ന്യൂസ്. അപ്പൊ നമുക്ക് വെറുതെ പുറത്ത് നോക്കാം. നേരത്തെ കാണിച്ചപ്പോ രാത്രി നേരം വെളുത്തിട്ടില്ലേനു. ഇപ്പൊ അല്ലോ ആയി. ഇപ്പൊ നല്ല പോലെ നേരം വെളുത്തിട്ട് നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഹായ്, വയനാടിന്റെ ഭംഗി നോക്കിക്കോ. പിന്നെ നമ്മളെ വീട്ടില് അയ്യോ നേരത്തെ ഉണ്ടായിരുന്നു പുള്ളിക്കാരുത്തി. ഞാൻ വന്ന് നോക്കിയപ്പോ ഇപ്പൊ കാണുന്നില്ല. അതേ പോയി. അതല്ല, കിളി കൂട് കൂട്ടിക്ക്. അതില് കിളി ഉണ്ടായിരുന്നു. ഇപ്പൊ പറന്നു പോയി. ഓ വരുന്നുണ്ട്. മുട്ടയിട്ടേക്ക് ഓൾറെഡി. ആദ്യം വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിട്ട് പോയി. ആ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയത്ത് കീന്ന് പറഞ്ഞിട്ട് എപ്പോഴും കരച്ചില്ല. ഇപ്പൊ ഉപ്പച്ചി ഇതേ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോണ്? നടക്കാനാ? ആ, ഉപ്പച്ചി ഇതേ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കും കേട്ടോ. അതെ, ഉപ്പച്ചി ഇങ്ങനെ നടന്നോണ്ടിരിക്കും. എക്സസൈസ് അല്ലേ? ഉപ്പച്ചിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ്. ഹാർഡ് വർക്ക് ചെയ്യും നല്ല പോലെ ഉപ്പച്ചി. നടന്നോ. എന്തായാലും നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ കാണാൻ. കുളിച്ച് മുടിയൊക്കെ ഈരി ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ ഉപ്പച്ചിനെ കാണാം. ഉപ്പച്ചി ഇങ്ങനെ ഇനി 2-3 റൗണ്ട് എല്ലാ ദിവസവും നടക്കും. ഇതേ കിളികളാ പറന്നു പോണേ ഗൈസ്. ടോക്കിയോന്റെ കാര്യാട്ടോ പറയുന്നേ. നമ്മള് ഫുഡ് ഞാൻ ഓവറായിട്ട് കൊടുക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കംപ്ലൈന്റ്. പറയണ അവിടെ വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനാണ്. ഞാൻ പോയി നോക്കിട്ട് വരാം. ഷൂട്ട് ചെയ്തിട്ട് നോക്കുക. വയനാടിന്റെ ഭംഗി കാണിച്ചു കൊടുക്കാം. ഉപ്പച്ചി സ്റ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിന്റെ ഭംഗിയൊക്കെ ലെറ്റ്സ് സീ. മലൊക്കെ കണ്ടോ? ഫുള്ള് കോടയിൽ മുങ്ങി കിടക്കുക.
ഞാൻ കാണാൻ പറ്റൂല അങ്ങനെ പെട്ടെന്ന്. നോക്കിയോ, നല്ല രസമാണ്. നമ്മളെ വീട് ഇരിക്കണ ഏരിയ തന്നെ നല്ല അടിപൊളി ഭംഗിയാട്ടോ. ബോറടിക്കൂല. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് മതിൽ കെട്ട്, അപ്പുറത്ത് വീട് കാണാൻ ഒരു വീടുകളല്ലേ, അപ്പോൾ ഒരു ബോറാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് എത്ര എവിടെ നിന്നാലും ഇങ്ങനെ ബോറടിക്കില്ല. കാരണം എവിടെ തിരിഞ്ഞാലും സീനറികളാണ്, നേച്ചർ കൊണ്ട് ഉണ്ടാക്കിയ. അപ്പോൾ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല. ഇത് സ്റ്റിൽ എക്സസൈസിലാണ്. ഒന്നും കൊറേ സമയമുള്ള പോലെ അല്ലേ സ്കൂൾ കൂട്ടിയപ്പോ? നേരത്തെ എണീച്ചാൽ ടൈം കിട്ടും. പിന്നെ ലീവല്ലേ, 10 ദിവസം ലീവല്ലേ. ആകാശം മുട്ടി നിൽക്കണം, മരങ്ങൾ നോക്കിയ മുട്ടിയില്ല. അവിടെ നിന്നിട്ട് ആകാശമാണ്. ഇത് ചുരത്തിന്റെ അടുത്ത തന്നെ കേട്ടോ. ഇങ്ങനെ ഞാന് വന്നപ്പോ കിളി ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പൊ കിളിനെ കാണുന്നില്ല. ഇത് ആദ്യം മുട്ടിട്ട് വന്നിട്ട് രണ്ടാമത് വീണ്ടും ഇടാൻ വന്നതാ. എവിടെ? ആ ഈ മൂപ്പരല്ലേ? ആ ഈ പുള്ളിക്കാരി. ആ മണ്ണുകൊണ്ടാ കറക്റ്റ് നോക്കിയ ശരിക്കും നല്ല ഇതില് വെച്ചേക്കാ. നോക്ക്, നല്ല ഇതില് ഷേപ്പിലാ വെച്ചേക്കുന്നത്. ജീൻ്റെ എന്തോ ഓൺലൈൻ ബിസിനസ്സാണ്. ക്ലാസ് കേൾക്കാട്ടോ, എന്നും മോർണിംഗ് ഉണ്ട്. വാർത്തേൻ്റെ അവിടെ നിന്ന് എണീറ്റ് കേട്ടോ. ഇപ്പതേ ഒപ്പിച്ച് എല്ലാ ദിവസവും ഭക്ഷണത്തിന് മുന്നേ ഒപ്പിച്ച് രാവിലെ ഇൻസുലിൻ വെക്കും. ഇത് തട്ടിട്ടിക്കോ. തന്നെ പിടിക്കും. ഉമ്മ മിക്സി ഉമ്മല്ല ചേച്ചി മിക്സി അടിക്കാം. ഇൻസുലിൻ വെക്കാൻ പോവാണ് അല്ലേ. പൂച്ച ഒറ്റക്ക് വെക്കൂട്ടോ ഇൻസുലിൻ, അതിനൊന്നും പേടിയൊന്നുമില്ല. ശീലയില്ലേ. എങ്ങനെ പുതിയത് വാങ്ങണം. ഞാൻ ഇനി തരാം. ഓർമ്മിക്കണം, മാറ്റേണ്ട ദിവസമായി 3 ദിവസമായി. ഒരു സിറിഞ്ച് 3 ദിവസം കഴിക്കല്. ഓക്കെ, ഇത് ഇൻട്രാ മസ്കുലർ സിറിഞ്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നീഡിൽ മോർണിംഗ് ഇൻസുലിൻ, മോർണിംഗ് റൂട്ടീൻ. സൂചി കറക്റ്റ് ആണോ ഡോസ്? എപ്പോഴും 30 അറിയാം. 75 31 ഉണ്ട്. 31. അപ്പൊ ഇങ്ങനെ കളഞ്ഞാ മതി തുള്ളി. ഓക്കെ, അപ്പം ഇഞ്ചക്ഷൻ ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യാം നമുക്ക്. എടുക്കാം. സെൽഫ് ഇഞ്ചക്ഷൻ അവിടെ അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കാം അല്ലേ. സമയം ഇപ്പോൾ എപ്പോഴും ഈ സമയത്ത് എടുക്കുന്നു ഉപ്പച്ചി? 7:52 കേട്ടോ. ചില സമയത്ത് ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കാൻ. രാവിലെ ജോലിക്ക് വിട്ടു അല്ലേ? മറന്നുപോയിട്ടേ. ശരിക്കും ഇപ്പം ഇതില്ലല്ലോ സ്കൂളില്. എന്താണ് കണ്ണൊക്കെ പൊത്തിട്ട്? ഞാൻ വലിയ സെലിബ്രിറ്റി ആണോന്നോ? സെലിബ്രിറ്റി ആണോടാ? ഞാൻ സെലിബ്രിറ്റി ആണോടാ? കണ്ടേ ഒളിച്ചേ കണ്ടേ. ഞാനൊന്നും മുഖം പൊത്തിക്കേണ്ടേ.
എനിക്ക് ടോക്കിയോട് ഇഷ്ടം ദീനിനോട് ഇഷ്ടം. ദേ ഇവിടെ അത് കണ്ടപ്പോ വേറൊരാള് ഉണർന്നു. ഇത് ശരിയാവാണ്ടാവും. ഇതെന്താണ് മുഖമൊക്കെ പൊത്തിട്ട് പുതിയൊരടവ്? ഞങ്ങക്ക് പൈസ കിട്ടി. നാണം വന്നു വീണ്ടും. ഒളിച്ചിരിക്കാൻ വേണം. കണ്ടേ മെയിൻ കളി ഒളിച്ചേ. ദേ ഒളിച്ച കളിച്ച് അത് എന്തിനാ വിളിച്ചത്? ഒളിച്ചേ. ലൂയി ഇവിടെ ഇരുന്നോട്ടോ, ഞാൻ ഉപ്പിച്ച് പോയിട്ട് വരാട്ടോ. ഐസ എണീറ്റിട്ടില്ല. ലൂയി ഇവിടെ ഇരുന്നോട്ടോ, ഞാനും ഡാഡയും പോയിട്ട് പോവാട്ടെ. ബൈ ബൈ. ഞാന് ശിങ്കു പോവാട്ടോ. അതിലില്ല ഞാൻ മോട്ടോറിൽ പോയിട്ട് വരാട്ടോ. ലൂയി ഇവിടെ ഇരുന്നോ. ഉപ്പിച്ചേട്ട് പോവാണേ. ബൈ ബൈ. ഞാൻ ബൈ ബൈ പോവാ. വരുന്നോ? കണ്ണുരുട്ടി നോക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല, ആരുടെങ്കിലും കൂടെ കറങ്ങിയാ മതിന്ന്. ഭൂത എവിടെ? ലൂയി ഭൂത എവിടെ? എവിടെ ഭൂത? ഒളിച്ചു കളിയാ രാവിലത്തെ കളത്തരം. ആണോ? മന്തിയോ? ഇതെന്താ ഇന്നലെ ഉണ്ടാക്കിയ സാധനമാണോ? അല്ല, അരിപത്രി അല്ലേ. ഇന്നലെ വേറൊരു സംഭവം ഉണ്ടാക്കില്ലേ? ഓ, ദോശ ചുടുന്ന ഇതിലാ ചുടുന്ന ഇവിടെ അരിപത്രി. പ്രസിംഗ്. ചേച്ചി ചേച്ചി എന്താ കഷ്ടപ്പെടാണല്ലോ തുറക്കാൻ? സഹായിക്കണോ? വേണ്ട. അപ്പം മോർണിംഗ് പത്തിരി പൊങ്ങി വന്നു. വാവ്, എത്ര പത്തിരിയായി? ഇത് സ്വന്തമായിട്ടാണോ തേക്കുന്നേ? ആണോ? ആരും സഹായിക്കൂല്ലേ ഇവിടെ? സ്വന്തമായി ചെയ്യുന്നതാണോ ഇഷ്ടം? ആണല്ലേ. രാവിലെ ധൃതിക്ക് വെട്ടെന്ന് പോകുമ്പം. ഓക്കേ. ഉപ്പച്ചീന്റെ എന്തോ ബനിയൻ എന്തോ കരിഞ്ഞെന്ന് പറഞ്ഞു ഉമ്മ. എന്തോ കരിഞ്ഞു പോയെന്ന് പറഞ്ഞു. ആര് തേച്ചപ്പോളാ കരിഞ്ഞുപോയി? ഓക്കെ. പാന്റ് ഇത്. അപ്പൊ ഷർട്ട് ഏതാ ഇട്ടേക്കുന്ന തന്നെ? യൂണിഫോം വേണ്ടല്ലോ, അവധി ആയതുകൊണ്ട് അല്ലേ? ഓണാവധി ആയതുകൊണ്ട്. ഓ, ബോറടിക്കുന്നുണ്ടല്ലേ അതുകൊണ്ട്? അവധി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അല്ലോ, കൈ പൊള്ളല്. അതും പൊട്ടരുത്. ഇതിന്റെ ടേബിള് കിട്ടുമല്ലോ മറ്റേ തേക്കുന്ന. 8:19. ഉപ്പച്ചിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇന്ന് താമസിച്ചോ? എത്ര പത്തിരിയാ നോക്കട്ടെ, എണ്ണ എടുക്കട്ടെ. 4 ഒട്ടിയിരിക്കുന്നതും കൂട്ടണം. ആണല്ലേ? കറി എന്താ ഉമ്മ? ഇന്നെന്താ സ്പെഷ്യല് കറി? ഫുൾ വെജിറ്റബിൾ. സ്റ്റൂ ആണോ? സ്റ്റൂ അല്ലേ? നല്ല ചൂടുണ്ട്, ആവി പറക്കുന്നു. അത് ലൂയിന്റെ. മീമി വിത്ത് അപ്പം തരുവോ? ഒരു വാ തരുവോ? ഉപ്പച്ചിക്ക് ഒരു വാ കൊടുക്കുവോ? എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. ഓക്കെ.
ഇതാ അത് കൊടുക്കാനോ? അവിടുന്ന് ചില്ലു വേണ്ടേ? വേണം വേണ്ട ആ മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് അത് പറയും. തിന്നട്ടെ, തുടങ്ങില്ലേ? തുടങ്ങി അങ്ങോട്ട് ഇറങ്ങണ്ടേ? ടേസ്റ്റ് ഒക്കെ അറിയണമെങ്കിൽ ഇച്ചിരി ചാക്കണോ? അങ്ങ് എത്തണം അല്ലേ? ടേസ്റ്റ് ചോദിക്കട്ടെ. ആ ഫുഡ് കഴിച്ചിട്ട് അപ്രിഷിയേറ്റ് ചെയ്യോ ഉമ്മാനെ? കൊള്ളാം, എന്താണ് ഔലി, കൊള്ളാം ഔലി എന്ന് പറയോ? ഈ പച്ചക്കറി കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്. പറയൂന്നാ ചോദിച്ചേ. അപ്രിഷിയേറ്റ് ചെയ്യോ? ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ. ഉപ്പച്ചി അങ്ങനെയൊക്കെ പറയും. ഉമ്മ പറ, ഉപ്പച്ചി ഫുഡ് കഴിച്ചിട്ട് പറയോ കൊള്ളാം ഔലി ഇന്ന് സൂപ്പർ ആണല്ലേ? അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ആണല്ലേ? അതെന്താ ഉപ്പച്ചി? ഉപ്പച്ചി അത് ചെയ്യും, ഞാൻ ചെയ്യും കേട്ടാ. കണ്ട കണ്ട ചിരിക്കുന്ന കള്ള ചിരി അല്ലേ? സ്വന്തം ആയതുകൊണ്ടല്ലേ? നീ എനിക്ക് എന്തുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് ഒരു സ്റ്റൂ പോലെ വെജിറ്റബിൾ സ്റ്റൂ. ഉമ്മ കഴിക്കുന്നില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് ആ യാസിമ്മാന്റെ ബിരിയാണിന്ന്. ഇപ്പൊ ഞാൻ പറയാ ഉമ്മാന്റെ ബിരിയാണി ഒക്കെ പറയണല്ല. ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. ഉമ്മാന്റെ ചോറ് വളരെ ഫ്ലേവർഫുൾ, മൈൽഡ് മസാല ഒക്കെ. അതൊക്കെ ഇഷ്ടാണോ? നല്ല ടേസ്റ്റ് ആവും. നമ്മള് കഴിച്ചിട്ടില്ല വെണ്ട മുളക് ഇട്ടൊക്കെ. കഴിച്ചിട്ടില്ലല്ലോ. ഓക്കെ. ഓ സൂപ്പർ, അതിന്റെ ഫാൻ ആയിരുന്നു എല്ലാരും. ചെമ്മീൻ കറി നല്ല ടേസ്റ്റ്. ഞാൻ കലത്തിലിട്ട് അവസാനം ചോറ് ഇത്ര നേരം എനിക്ക് വെജിറ്റബിൾ മതിയേന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾ ആ ഇഷ്ടം പറഞ്ഞിട്ട് മന്തിയിലോട്ട് കിടന്നോ? ചോറ് ചിക്കൻ ഇല്ല, ആകെ ചോറ് മാത്രമേ ഉള്ളൂ. ഇത് ഇന്നലത്തെ. അതെ, ഉപ്പച്ചി ചിക്കൻ അത്ര കഴിക്കാറില്ല അല്ലേ? ഒന്നാമത് അത് പറയ്. ഒന്നാമത് വേണ്ട വേണ്ട, എന്റെ ഇതേ എല്ലാം ഉണ്ട്. അപ്പം, സ്റ്റൂ, ചമ്മന്തി, മന്തിന്റെ ചമ്മന്തി കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാ. ഞാൻ വലിയ ഡ്രൈവർ ആവുന്നത്. ഓട്ടോ എടുത്തു. അതിന്റെ അകത്ത് ആൾക്കാർ കേറിയായോ? കേറിയായോ? ആണോ? ആ ആള് കയറാനുണ്ട്, ആള് കയറാനുണ്ട്. ഓ ആള് കയറാനുണ്ടേ, ആള് കയറാനുണ്ട്. എന്നാ അത് വെച്ചോ. ഇവിടെ വെക്കാൻ പറഞ്ഞു ഉമ്മ. ഓ വേണ്ടാന്ന്. ഹാപ്പി നമ്മ എവിടെ ബാക്കിൽ അയച്ച് നമ്മള് ഉപ്പിച്ചിന്റെ കൂടെ ഓട്ടോയില് കയറി. അല്ലേ നമ്മള് റൈഡ് ഉപ്പിച്ചിട്ട് ആദ്യമായിട്ടാണ്, ഇത്ര നാളായെങ്കിലും. നല്ലൊരു ഇറക്കം വരുന്നുണ്ട്. നമ്മള് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഓയ് ഉപ്പച്ചി കുഴപ്പമില്ലല്ലേ? സെറ്റല്ലേ? സേഫായിട്ട് എത്തിക്കൂലേ? നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി താഴത്തോട്ട് പോവാ.
എല്ലാരും എക്സൈറ്റഡ് ആണ്. ഇവിടെ മാത്രം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ, ഇതാ അതൊന്ന് ലെവലാക്കിയാൽ റെഡിയായി. ആ മണ്ണുണ്ടല്ലോ, മണ്ണ് നീക്കണം, അത്രേ ഉള്ളൂ. വേറൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ഇല്ല, ഒന്നും ആവൂല. അല്ല, അപ്പൊ ഇത്ര കഷ്ടപ്പെട്ടാലേ എന്ന് ഓർക്കുന്നേ, നമ്മള് അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുണ്ടെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടെണ്ണായിട്ടില്ല ചിന്തിച്ചിട്ട് അങ്ങനെ ഏയ് ലോഡ് നിങ്ങൾ രണ്ടാളല്ലോ. അതുപോലെ അത് ഇറക്കല്ലേ, അതൊരു വിഷയം. അയ്യോ പേടിയുണ്ടാ? ആ പ്രശ്നം കഴിഞ്ഞ് ഇനി ലെവലിന് പോവാ, അത്ര ഉള്ളൂ. ശിങ്കുനും ടെൻഷനുണ്ടോ? ഇല്ലല്ലേ, ഒട്ടും ഇല്ല. മുഖം കാണുമ്പോ അറിയാം. എനിക്കറിയാം. ഓ, നല്ല വെയില്, നല്ല സുന്ദരമായ വയനാട്. നല്ല കാലാവസ്ഥ, എന്ത് ഭംഗിയാ കാണാൻ. വാഴത്തോപ്പ് ഉണ്ടോ? ഉമ്മ അറിഞ്ഞിട്ടില്ലേ, കാറിനേല് സുഖമാ, സ്മൂത്തായിട്ട് പോകുന്നു. അപ്പൊ കുറച്ച് ധൈര്യം കൂടി കേറി കിട്ടിയപ്പോള് കിട്ടിയോ? വഴി വെച്ച ഒരാളെ കൂടെ കിട്ടി. ഞങ്ങളിപ്പോ 1 2 3 4 5 പറക്കുവാണ് ഞങ്ങള്. വാവ്, മോട്ടറില്ലേ, അതിന്റെ വയറ് കൊടുത്തതാണ്. ഞാൻ കൊടുത്ത ഓട്ടോറിക്ഷ അവന് കാറില് സാധാരണ നിൽക്കുമ്പോ അവർക്ക് കൊറേ എന്റർടൈൻമെന്റ് വേണം. ഇതിലൊന്നും വേണ്ട, പ്രകൃതിദത്തമായ കാറ്റും വ്യൂ ഒക്കെ കണ്ടിരിക്കുക. അപ്പൊ ഓക്കെ, ബൈ 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 ഗൈസ്. പൂച്ചി, ഒരു സംശയം ചോദിക്കട്ടെ, ഈ മീറ്റർ എന്താ നമ്മൾ ഓടുന്ന കാണാത്ത? ഓ, ഇങ്ങനെ ആക്കുമ്പോഴേ വരുള്ളൂ അല്ലേ? അപ്പൊ ഒന്ന് 30. അപ്പൊ നമ്മള് എത്ര ദൂരം പോയാലും തന്നെ വരുവോ? നമുക്ക് ഫുള്ള് നോക്കാം. ഇന്ന് ഒന്ന് ഓണയിരുന്ന് നോക്കട്ടെ, അവിടെ എത്തുന്നവരെ എത്രയാന്ന് അവിടെ നിന്ന് അറിയാലോ. ഓക്കേ, സ്കൂളിലെത്തി. എത്രയാ? 4 കിലോമീറ്റർ 30 റുപ്യയോ? ഉച്ചി വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. നമ്മള് സ്കൂളെത്തി. ഇവിടെയാണല്ലേ? ഉച്ചി തന്നെ ഡോറ് തുറക്കുന്നു. ഗേറ്റ് അവധി ആയതുകൊണ്ട് ആരില്ല തോന്നുന്നു. സെക്യൂരിറ്റി ലീവില്ല. ഓ, ബസ്സുകൾ കിടക്കുന്നു. ഉച്ചിന്റെ ബസ് ഇതിൽ എത്ര നമ്പറാന്നൊക്കെ നോക്കാം. നമ്പറൊക്കെ ആയിരുന്നു ഇവിടെ, അത് തന്നെയാണോ നോക്കാം. ഞങ്ങളുടെ സ്കൂളില് കൊറേ ബസ് ഉണ്ട്, 20 ബസ് ഇട്ടുണ്ട്. പോർച്ചിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഓട്ടോ നമ്മൾ അവിടെ പാർക്ക് ചെയ്തു. സ്കൂളിലോട്ട് നടക്കുവാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്കൂളിനകത്തൊക്കെ കേറുന്നത്, അതും നാട്ടില്. ഓ, ഞാൻ എൻ്റെ സ്കൂളൊക്കെ മിസ് ചെയ്യുന്നു കേട്ടോ. നമ്മളുടെ ടാർഗറ്റ് ബസ്സാണ്. നോക്കാം ഇവിടെ എത്ര ബസ് ഉണ്ടെന്ന്. ചിലപ്പം വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ ഉള്ള ബസ് എത്ര എണ്ണോ നോക്കാം. 1 2 3 4 5 6 7. ഇപ്പോൾ ടോട്ടൽ 7 8 ബസ്സാണ് ഉള്ളത്. 15 ബസ് ഉണ്ട് അല്ലേ ടോട്ടല്? പിച്ചിന്റെ നമ്പറും 15. ഓക്കെ, തുറന്ന് കിട്ടി. കേറ് കേറ്. ബാ 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 ബാ. ഓ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ലൂയി. ദേ ബസ് ദേ ബാ. കേറിക്കോ. ബസ്സിൽ കേറണ്ടാന്ന്. എടുത്തോണ്ട് കേറ്റ്. ആ 10 വർഷത്തിന് ശേഷം ഉപ്പിച്ചി ഞാൻ സ്കൂൾ ബസ്സിൽ കയറുന്നേ. കാലിയായ ബസ്, അത് സ്കൂൾ ബസ്. കൊച്ചോട്ടിരിക്കായ ബസ്. നീ എത്ര വർഷങ്ങളെ ശേഷാ? ഞാനും 10 വർഷത്തിന് ശേഷം ഒരു സ്കൂൾ ബസ്.
ദൂരം വണ്ടികളാ, കൊറേ വണ്ടികള്. ഓണാവധി ചെയ്തോണ്ടായിരിക്കും. ഓ ഇവരുടെ തന്നെ, ഇവരുടെ സ്കൂളിന്റെ കൊറേ ബസ് ഉണ്ടല്ലോ. ആ അതെ, അത് MTF. ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ബസ് പാർക്ക് ചെയ്ത് നമ്മൾ ഉപ്പിച്ചിന്റെ പുറകെ പോവാട്ടോ. നമ്മള് കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ ലൂയി ഉണ്ട് ഐഷന്റെ ഒപ്പം. ലൂയി ഇങ്ങനെ നടക്കാണ്. ലൂയിക്കൊരു സന്തോഷം, ലൂയി ഹാപ്പി, സന്തോഷം. അതെ, നമ്മൾ ഓട്ടോറിക്ഷ ഇക്ക വരുന്നുണ്ട്, ഉപ്പച്ചിന്റെ ബോസ് അല്ലേ. അയ്യോ, മൂപ്പർ അവിടെ പാർക്ക് ചെയ്ത്. ഇനി എന്തായാലും വരുമ്പോ കാണാം. അപ്പൊ ഇതാണ് നമ്മള് വർക്ക്ഷോപ്പിൽ വന്നിരിക്കുക. ഞാനും ഐഷയ്ക്ക് ആദ്യമായിട്ടാ ഒരു വർക്ക്ഷോപ്പിൽ വരുന്നേ. ഉപ്പച്ചിന്റെ ഇതാണ് ഉപ്പച്ചിന്റെ ഫ്രണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇതാണ് ഉപ്പച്ചിന്റെ ബോസ് അല്ലേ. എന്തായാലും ഉപ്പച്ചീന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്ക. രാവിലെ എഴുന്നേറ്റതാ. ഉപ്പച്ചീന്റെ കഷ്ടപ്പാട്, ഹാർഡ് വർക്ക്. ജോയി നോക്ക്, പമ്പരം കറങ്ങും. ഓക്കെ, ലൂയി കൈയ്യട്ടി നടക്ക വലിയ ആളെ പോലെ. ആള് ഹാപ്പിയാ, പ്രശ്നമൊന്നുമില്ല അല്ലേ. അത്രേ ഉള്ളൂ. ഓട്ടോയാ ഇഷ്ടം, ബസ്സിനെ വലിയ പിടുത്തമില്ല. ബസ്സില് തോളി കിടക്കായിരുന്നു. എന്തായാലും കൊള്ളാം. വാ, ചാടിത്തുള്ളി പോണോക്ക്. എന്തായാലും നല്ല രസം. നമ്മള് ബസ് ഇങ്ങോട്ട് കയറ്റിട്ടോ ഒരു ദിവസം. ഇനി ഇവിടെ എടുത്തിട്ടായിരിക്കും പണി ചെയ്യാം. അപ്പോൾ ഒരുവിധം എല്ലാ ബസ്സുകളും, ബസ്സും ഇവിടെ വെച്ച് കിട്ടോ. നല്ല രസം. ആ ഓ വണ്ടി എടുത്ത് ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടിപ്പർ. ഈക്ക പറഞ്ഞ് ഈ വണ്ടി എടുത്തോളാം. നല്ല രസമുണ്ട്. പണ്ട് ഞങ്ങള് ആശ്ചര്യത്തോടു കൂടി നോക്കിക്കണ വണ്ടീന് ഇത്. ഇതും JCB യും. ഭയങ്കര പാട്. ഓ ആ യൂട്യൂബില് ഉണ്ട്. യാസിം വ്ളോഗ്സ് അറിയോ? ഓ അല്ല, യൂട്യൂബിലുണ്ട്. ആ എന്നാ ശരി. ഓ ഐഷ പാണ്ടിലോറി കണ്ടിട്ട് വണ്ടർ അടിച്ച് നിക്കാണ്. അതില് ചവിട്ടി കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നാ പറയുന്നത്. ലൂയും ബസ്സൊക്കെ കണ്ടിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആണ്. നോക്കി, കൊള്ളാല്ലേ ലൂയി? എന്താ ഇതെന്താ? ലൂയിക്ക് ഫ്രീഡം കിട്ടി. ബസ് കണ്ടിട്ട് വരും. അല്ല, കൊച്ചിനെ പിടിച്ചോ. വണ്ടി ലൂയിന്റെ ഫേവറേറ്റ് വണ്ടി ആട്ടോ. ഇനി ഓട്ടോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതാരുടെ ഓട്ടോ ഉപ്പച്ചി? അപ്പൊ നമ്മളും ബോസും എല്ലായിട്ട് വീണ്ടും ഓട്ടോയിൽ യാത്ര. ഓട്ടോ ഇത് നമ്മി വ്യത്യാസം പറ ഉപ്പച്ചി. അതല്ലാതെ വേറെ ഗുഡ് ഇതൊക്കെ പറയേ, മൈലേജ് അതൊക്കെ പറയേ. അപ്പം ഏറ്റവും ബെറ്റർ ഏതാ? ഇത് തന്നെ അല്ലേ?
ഇരിക്കാമോ ഇതില്? ഇത് കുറേ ഇരുന്നു. എന്താ ഇല്ല പോവില്ല, കേറിക്കോ. ഒരുപാട് മെയിൻ്റെനൻസ് ആയി വണ്ടിയൊക്കെ ഉള്ളത്. പൈസ ഒരുപാടാവും. നമുക്ക് നമ്മളെ വണ്ടിക്കൊന്നുമില്ല. അത്ര ഇല്ല. പിന്നെന്താണ് കുറച്ച് വലിയ കൂടുതലുണ്ടാവും അതിന് ഇതിന് വലിയ കൂടുതൽ ഇത് പാഞ്ഞു പോവും. ആണോ? മിനിമം സ്പീഡ് ഉണ്ട്. ഓ 50. ആ. ഈ ഓട്ടോക്കൊക്കെ എത്ര പൈസ ആവും? ഈ ഓട്ടോക്ക് ഇതിനൊക്കെ 5 ലക്ഷം തോന്നുന്നു. മറ്റേതിന് 4 ഇതിന് 5 നമ്മളതിന് 4.5 അത് ഓരോ വർഷം ഇങ്ങനെ കൂടി വരും. ആണല്ലേ? ഓരോ ഇപ്പൊ എന്റെ വണ്ടിക്ക് ഫുൾ ചാർജ് ചെയ്താല് 150 കിലോമീറ്ററാ. ഞാനാ വണ്ടി ഓടിക്കാൻ പോകുന്നത് കേട്ടോ. ഐ ആം ദ ഡ്രൈവർ. വാവ്, ഓട്ടോക്കാരുടെ സീറ്റൊക്കെ കൊള്ളാട്ടോ, രസമുണ്ട്. പച്ചി വേണോ ഓട്ടോച്ച വേണോ? ലൈറ്റ് ഒക്കെ ഇടണോ? അതൊക്കെ ഉണ്ടോ ഇതില്? അല്ലേ ഞാൻ ഇടുന്നു. നമുക്ക് ഉപ്പിച്ച് കാരണം ഞങ്ങള് വർക്ക്ഷോപ്പ് കണ്ടു, 2 ഓട്ടോയില് കേറി. അടിപൊളിയാക്കി നീറ്റാക്കി ഉഷാറാക്കും. ആണോ? വിൽക്കണ്ട. കുഴപ്പമില്ലേ? നാളെ വന്നാൽ കുറ്റം പറയരുത്. ഇല്ല, കുറ്റം പറയില്ല. വിൽക്കണ്ട, അത് നല്ലതാ. ഓട്ടത്തിന് വേണല്ലേ? ഓട്ടം ഉള്ളത് മതി. ഫസ്റ്റ് ഒരാൾക്ക് ലേസും ഇവിടെ ഒരാൾക്ക് സോഡയും. ദീദിക്കുതാ താങ്ക് യു, ഗുഡ് ബോയ്. അമ്മയ്ക്കെന്തുവാ? സോഡ. കള്ളി കൊച്ച്. മധുര അലർജി. ഉപ്പച്ചിയാ കൊള്ളാവോ? ഗ്യാസാ? വേറെ ഓട്ടോ. റെസ്റ്റ്, നോ ഡ്രൈവിംഗ്. ഒരാള് മിഠായിട്ട് ഡീസൽ വണ്ടിയല്ലേ? അത് ഡീസൽ. നമ്മളത് ഇലക്ട്രോണിക് കറണ്ടിന്റെ. നമ്മൾ നേരത്തെ എനിക്കൊരു വണ്ടി ഉണ്ട്, ഞാൻ ഇലക്ട്രിക്കിന്റെ. അത് MCF നിർത്തി പോന്നാ. ഞാൻ സ്കൂൾ ബസ്സിന് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോന്നാ. ഓട്ടം ആൾട്ടിമർമില്ലാത്തപ്പോ തടയുണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയാ. ഇത് നല്ല മൊത്തത്തില് എല്ലാരും വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങാണ്. മിഠായി കൊടുക്കോ? നിർത്തിയോ? സബ്സ്ക്രൈബേഴ്സിന് മഞ്ജു കൊടുക്കോ? അങ്ങനെ നമ്മൾ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അടുത്ത നമ്മുടെ ഓട്ടോയിലേക്ക് കയറാൻ പോകുന്നു. അയ്യോ, ഒരു നീണ്ട യാത്ര കഴിഞ്ഞു. പക്ഷെ ഓട്ടോയുടെ പൈസ ഒക്കെ കൊടുക്കും കേട്ടോ. ഒരാൾ ഓട്ടോയുടെ അകത്ത് കയറാൻ ധൃതിയായി. ഓയ് ലൂയി, ലൂയിയുടെ പേരിലുള്ള ഓട്ടോയിൽ ലൂയി കയറുന്നു. ബൈ ബൈ ലൂയി. അടക്കട്ടെ ലൂയി. മരുമോളും അമ്മായപ്പനും കഥ പറയുന്നു. എന്തായി? 60 പറഞ്ഞിട്ടാ കയറിയത്. ഇവിടെ 80 വേണം. ഇല്ല 70 കൊടുത്ത്. അതെ ആണല്ലേ? കുട്ടികള് ഓടിപ്പോയി. കേറ് ശിങ്കുമ. നമ്മള് പറക്കാൻ പോവാണ് ഇനി. സന്തോഷം. ദീദി കേറണ്ടേ? ദീദി ആ ബാ. ചങ്ങല വാങ്ങിക്കനാ? ഞാൻ വേണ്ടേ? ദീദി വേണ്ടേ? വിളിക്ക് ബാന്ന് പറ. ഓക്കെ, ഞാൻ പോട്ടെ. കൊച്ചു വിളിക്കുന്നു. നമ്മൾ ഓട്ടോയിൽ ബാക്ക് ടു യാത്ര തുടങ്ങി. എങ്ങോട്ട് പോകുന്നു? ശിങ്കുവിന്റെ ടോക്കിയോക്ക് ചങ്ങല വാങ്ങാൻ. ഇച്ചിരി നീളമുള്ളതല്ലേ? മോനെ വീരലൂട്ടോ. ഓയ് ലൂയി, വീരലൂട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ എത്തി. മഴ വാടോ. ഉച്ചി പോയങ്ങ്. വാ വാ.
ഏതാ എടുക്കുന്നേ? ഇത് മതിയോ? നീളം ഇച്ചിരി നീളമുള്ള എടുത്തോ. ഇതിന് വലുതില്ല. സിംഗോടെ ശിങ്കു ഇറങ്ങിയില്ല, അതിൽ തന്നെ ഇരിക്കും. ചോദിക്കട്ടെ. ആർക്കൂടാ? പട്ടിക്കൂടാ, പൂച്ചക്കിടാ, ആടിനിടാ, പശു. 350 രൂപ കുറയും. നോക്കണ്ട, പറഞ്ഞത് 350. ഇത് നല്ല മീറ്റ് ഉണ്ടോ? ഇത്രേ ഉള്ളൂ, 5 അടി ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തൊന്നുണ്ടല്ലോ, അതിൽ വേണമെങ്കിൽ കൊത്തി കൊടുക്കാം. ഒരു മണിക്കൂർ കമ്പി വേണ്ടേ? ഇതിനൊക്കെ ഉപകാരം വേണേ കമ്പി വേണോ? എല്ലാവരും കാര്യമില്ല. ഇതാണ് കട്ടി കൊടുത്തിട്ടുള്ളതാ. ഇതുമ്മ കൊളത്തുന്ന ബെൽറ്റുമ്മലാക്കല്ലേ? ചെറുത് മതിയാ? 55 മതിയാ? നല്ല രസമല്ലേ? ഇത് മതിയോ? എനിക്കാണോ? അതാ ഒന്നുകൂടി തരാം. ഇനി നമുക്ക് ഒരു കമ്പി കൂടെ വേണം, പലതരം കമ്പികൾ. നമുക്ക് വേണ്ട കമ്പിയാണ് തപ്പിപ്പോന്നെ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അയ്യോ, കിലോ ആന്ന് വേണ്ട. ഒരു 10 മീറ്റർ 10 മീറ്റർ മതിയോ? ഇതിന്മേലാണ് ഞാൻ ചങ്ങല കോർക്കുക. ഇതാണോ? പിന്നെ ഏതാ ചേച്ചി? മറ്റേതില്ല. ഏത്? ഇത് ഓക്കെ. ഇത് രണ്ട് അപ്പുറത്ത് പുറത്ത് 2 മരത്തുമ്പോ കിട്ടുക. ഇത് പൊട്ടിപ്പോല. ഇല്ല, അതൊന്നും പൊട്ടൊന്നുമില്ല. കെട്ടോലോ അല്ലേ ഉപ്പച്ചി? കെട്ടോലോ അല്ലേ? പിരിഞ്ഞെടുക്കും. ഒരു പ്രാവശ്യം ഇല്ലില്ല, അതിനനുസരിച്ച് കെട്ടണം. അപ്പൊ കമ്പി നമ്മള് കമ്പി പാരാ മഞ്ചെവിടെ? ലൂയി മഞ്ചെവിടെ? ആ, കളഞ്ഞത്. എന്നാ അത് വാങ്ങിയാ പോലെ. ഇത് അല്ല, ഇത് എന്തായാലും വേണം. അത് വേറെ, ഇത് വേറെ. കെട്ടാൻ സ്ട്രോങ് അല്ലേ? ഇതിന് അങ്ങോട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിട്ടാണ്. നമ്മളെന്ത് ചെയ്യാ, ഈ കൂട്ടിൽ അപ്പിയിട്ടില്ല. എവിടെയാന്നറിയോ കിട്ടണ്ടേ? ഇതാണല്ലേ? ഇതെന്താ ഇത്? ഇത് ഡോഗിനെ കണ്ടാളോ? എലിഫന്റിനെ. ഞങ്ങളൊരു ആനക്കുട്ടിയെ വാങ്ങി. നമ്മളെ ടോക്കിയാനെ കളിയാക്കിയത് ഗുണ്ടൂസ് ആയതുകൊണ്ടല്ലേ. നമ്മള് ഇനി എവിടെ പോകുന്നു? ഇനി എവിടെയാ തക്കാളി വണ്ടി വാങ്ങിക്കാൻ പോകുന്നോ? അയ്യോ, പോയി. എന്തായാലും ഒരു 1 കിലോ പച്ചമുളക്. തക്കാളി വേണ്ടേ? കൊള്ളാലേ, നടന്ന് സമാധാനത്തെടുക്കാം. അല്ലാ, പോയാ പോയി. ലൂയി വാ വാ. അല്ല, വിളിച്ച ഉടനെ ഇപ്പൊ വരും. ഉമ്മി ഇല്ലേലും അനുസരണ ഉണ്ട്. ഉമ്മീനെ കണ്ട നമ്മളെയൊന്നും വേണ്ട. ഉമ്മാനെ വിളിച്ചു ചോദിക്ക്. ഉമ്മ പറഞ്ഞതിന് വിളിക്കാൻ ലിസ്റ്റ് കൂടും. നല്ല ഉമ്മക്കല്ലേ അറിയുള്ളൂ എന്തൊക്കെ ആവശ്യം ആണല്ലേ. കൊള്ളാട്ടോ, നല്ല സെറ്റപ്പായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇഷ്ടപോലെ മാലപ്പടക്കം. എന്താണ് എടുത്ത് വെച്ചേക്കുന്നത്? ബിസ്ക്കറ്റോ? നമ്മളിങ്ങനെ ഓരോ സാധനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാലോ, കൊറേ തൂക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. കൊണ്ടാട്ടം എല്ലാം ഉണ്ട്, മസാലകള്. ഇതെന്താ? ഇതെന്താ? ഇത് മറ്റേ നമ്പർ എന്താ? ഇതിങ്ങനെ കുറയ്ക്കാൻ ഇഷ്ടമാണ്. എരിവാണോ? മധുരം. മധുരം വേണ്ട, മധുരം വേണ്ട, എരിവുള്ളതാണേ ഓക്കെ. ഉണ്ണിയപ്പം അല്ല, ഉണ്ണിയപ്പം അച്ചപ്പം. ഇത് കൂട്ടിയോ? കൊച്ചിനെ പിടിക്കേ. ഒരു ബാഗ് ബിസ്ക്കറ്റ് കിട്ടോ? എഴുതി ഉപ്പച്ചി.
ഞാനൊരു കോളിഫ്ലവർ എങ്ങനെ വരും 100 കാര്യമാണ് 100 താഴത്ത് കുതിര വന്നില്ല. നമുക്ക് ചെയ്യാം. രാമയ്യനെ പൊരിച്ചു അതിന് കടലമാവ് വേണം. ഉണ്ടോ? ഉമ്മാട്ട് ചോദിച്ചു നോക്ക്. അപ്പൊ നമ്മളുടെ വീടിന്റെ വളവിന്റെ തിരുവെത്തി. എന്തല്ലോ വീടെത്താറായപ്പോളേ ഓന് കെട്ടിവിളി കൊടുക്കാണ്ടിരിക്കാൻ എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുക ഐശന്റെ മടിയില്. അതൊക്കെ എടുത്തു വെക്കാര് പറക്കി വെക്ക. അപ്പൊ എനിക്ക് കുറച്ച് പേടിയുണ്ട്. എന്താന്ന് വെച്ചാൽ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേറ്റത്ത്. വീട്ടിലെത്തി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയില് ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല ഇവര് പോയതും വന്നതൊന്നും. ഇന്നത്തെ വീഡിയോ ഹൈലൈറ്റ് മോള് ഞാനാ. യെസ്. 11:30 ഇവര് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് രാവിലെ 6 തൊട്ട് 11:30 വരെയുള്ള ഫുൾ ഡേ ടൈം ലൈഫ് അല്ല. ഞാൻ ഇതിന്റെ വിശദ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനും ലൂയി. അതെ, ഇത് ഇഷ്ടപ്പെട്ട പറഞ്ഞാ നമ്മൾ ഇനിയും ഇതുപോലെ സ്ട്രഗിൾ ചെയ്തെടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യിക്കാണ്. പറയും. ഇല്ല, അതല്ല പറയുന്നതല്ല. ഫസ്റ്റ് ഫോട്ടോ കൊടുക്കുന്നത് എന്റെ ഓട്ടോയും എന്റെയും. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓട്ടോ ഷെയർ കൊടുക്കേണ്ടത്. ഓക്കെ, അത് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഈ ഡേ ആൻഡ് മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡേ ആൻഡ് മൈ ലൈഫ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതും ചെയ്തേക്കും.